മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് പരസ്ത്രീ ബന്ധമുണ്ടായതിനെ ഭാര്യ കണ്ടെത്തി എന്നതിനെ സംബന്ധിച്ച് വാർത്ത. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഹൂ കെയേഴ്സ് എന്ന പ്രതികരണത്തിനപ്പുറത്തേക്ക് ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ചും ആക്ഷേപത്തെ സംബന്ധിച്ചും മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഒന്ന് കേൾക്കേണ്ടതാണ്. സാധാരണഗതിയിൽ പരാതികളില്ലെങ്കിൽ കൺസെന്റോടെ നടന്ന ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്കാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നു വന്നതായിട്ടുള്ള പരാതി പുറത്തേക്ക് വന്നത്. ഭാര്യ കണ്ടു എന്നും 112 എന്ന നമ്പറിലേക്ക് വിളിച്ചു എന്ന ആക്ഷേപങ്ങളെക്കുറിച്ചെല്ലാം ഒരു മന്ത്രി കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ ഒന്നും നിഷേധിച്ചിട്ടില്ല. ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് ആ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഏതൊരു വ്യക്തിക്കും അവർക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി പച്ച കള്ളം പറയുന്നതിനപ്പുറം ഗണേഷ് കുമാറിന്റെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ തനിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ അത് സമ്മതിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ബാക്കി ഗണേഷ് കുമാറും വൈഫും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിന്റെ പശ്ചാത്തലമാണ്. അതൊക്കെ നിയമപരമായി പോകേണ്ടതാണ്. എന്തായാലും തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഗണേഷ് കുമാർ പറഞ്ഞ പ്രതികരണം നാട് കേൾക്കേണ്ടതാണ്. അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. അവർ BJP കാരിയാണ്, അവർ BJP കാരിയാണ്, ഞാൻ LDF കാരനാണ്, കേരള കോൺഗ്രസ്സുകാരനാണ്. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112 അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്ത് വാങ്ങാൻ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ അതോ പാവപ്പെട്ട എന്നെ മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പലരും അത് ആസ്വദിക്കുന്നില്ലേ? എന്തിനാ? അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്ന ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ? അത് പിന്നെ മറ്റേയാളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാ നടക്കുന്നവന്മാരല്ലേ എന്ന് അഭിപ്രായം പറയാം? പത്തനാപുരത്ത് ഒരുത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചു വരികയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ടും KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാനാ? പിന്നെന്താ? അതിനെന്താ? നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്തോ? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എൻ്റെ വോട്ട് കൂടും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോടൊന്ന് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും
ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരനാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടുന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന ഏത് റോഡും എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗറാണ്, ഒരു SC നഗറാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അവർ സൂഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഇത് തന്നെ സുഖമല്ലേ, ഇത് വായിക്കുന്ന ഒരു സുഖമാണ്, മനസ്സിലായില്ലേ? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പോൾ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ, എളുപ്പമുണ്ട്. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിനാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മയെ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. രണ്ടുപേരെയും അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറേ ആൾക്കാർക്കുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അവർ പീപ്പിയിട്ട് ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ചിലർ പറയുന്നത് 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ബാലകൃഷ്ണപിള്ള ആദ്യം ഒരു പരാജയത്തിലേക്ക്. അതൊക്കെ ജാതകം നോക്കിയാന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പിന്നെ പത്തനാറ് നിയമത്തിൽ പണ്ട് പറയായിരുന്നു ഒരു MLA 2 പ്രാവശ്യം കൂടുതൽ ജയിച്ചിട്ടില്ല എന്ന്. അങ്ങനൊരു അനാചാരം ഉണ്ടായിരുന്നു. ഒരു MLAയും ഇവിടെ 2 പ്രാവശ്യം കൂടുതൽ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 5 തവണ ജയിച്ചില്ലേ. ഇതൊക്കെ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളുമാണ്. ഇത് പിന്നെ പൂച്ച കുറുക്കിനിയാടി എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. കുന്താലിയും കൊണ്ട് വരുന്ന ആളിനെ കണ്ട ശകുനപ്പഴയാണ്. അയാൾ വന്ന് വീട്ടിൽ പറമ്പിൽ കിളച്ച് മരച്ചീനിയും വാഴയും വെച്ച് തന്ന് അതെടുത്ത് തിന്നുന്നതിൽ ഒരു ദണ്ണമില്ല. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ രാശിയും ഗീശിയൊന്നുമില്ല. ജനങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്, അവർ ജയിപ്പിക്കും. അതിന് ഏത് രാശിയായാലും കുഴപ്പമില്ല, ഏത് ശനിരാശിയായാലും കുഴപ്പമില്ല. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒരു ആശങ്കയും വേണ്ട. ഇത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത, അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിൽക്കണം എന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. അതിന് എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഒന്നും വേണ്ട, ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ്, നാളെ രാവിലെ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് എനിക്ക് തന്നത്. അദ്ദേഹം തീരുമാനിക്കും അക്കാര്യങ്ങളിൽ, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. NSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു മകനെ പോലെ ഒരാളാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം ഇതിനെ നയിച്ച് പരിചയമുള്ള വലിയ NSSൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അദ്ദേഹം എങ്ങനെ പറയുന്നോ അതുപോലെയായിരിക്കും പത്തനാപുരം താലൂക്കിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പം എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അച്ഛനുണ്ടെങ്കിൽ അച്ഛന് പരിചയസമ്പന്നനാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ താലൂക്കിനെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. ആയിരം എനിക്കെതിരാണെന്ന് പറയുക, ഈഴവർ എനിക്കെതിരാണെന്ന് പറയുക, ഒന്നുമല്ല. ആരും എനിക്കെതിരല്ല. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു കലാകാരനായി ജീവിച്ചവനാണ്. എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യത്തിന് വരുന്ന നിങ്ങളേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. അത് ഈ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. പറയുന്നവർക്ക് ഏത് ലേഖയ്ക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, കുഴപ്പമില്ല. അതൊക്കെ അവരെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. പ്രധാനമന്ത്രി വന്നപ്പം മാറി സൗന്ദര്യപ്പണക്കുമായിട്ട് മാറി മരത്തിൻ്റെ മൂട്ടി പോയി എന്ന് അവരെ പറ്റി ഞാനെന്തോ പറയാൻ അവരെ കുറിച്ച്. മാങ്ങാണ്ടി വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇതിറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പ്രതികരണം അത് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കേട്ടു. അതിലും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പരാതിയെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എന്നതിനപ്പുറം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവ്വസാധാരണമായി ഈ നാട്ടിൽ നടക്കുന്ന വിഷയത്തിന് സമാനമാണ് ആ വിഷയവും. രാഹുൽ മാങ്കൂട്ടം 10ഓളം സ്ത്രീകൾ, അത് പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളെ വരെ പീഡിപ്പിച്ചതുമായിട്ട് ചേർത്ത് വെച്ച് അവനെ ന്യായീകരിക്കാനുള്ള പരിശ്രമം അതങ്ങോട്ട് യോജിക്കുന്നതല്ല. സ്ത്രീ പുരുഷ ബന്ധം സർവ്വസാധാരണമാണ്. എന്നാൽ അതിൽ ചൂഷണം നടത്തിയെന്ന ആരോപണം ഉയരുകയും ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഉയരുകയും എന്തിനേറെ പറയുന്നു, വയനാട് പിരിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഡംബര ഹോട്ടലുകളിൽ പോയി അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർക്ക് ഗണേഷ് കുമാർ കൊടുത്ത മറുപടി അത് കൃത്യമാണ്.